ഇരവിപുരം മണ്ഡലത്തിനായി മുസ്ലിം ലീഗ് പിടിമുറുക്കുന്നു. RSPക്ക് ഇരവിപുരം മണ്ഡലം വിട്ടുകൊടുക്കേണ്ടെന്ന് ലീഗ്. കൊല്ലം ജില്ലാ കമ്മിറ്റിയുടേതാണ് തീരുമാനം. തെക്കൻ കേരളത്തിൽ 2 സീറ്റ് വേണമെന്നും ലീഗ് ആവശ്യം. മുതൽ തെക്കൻ കേരളത്തിൽ ലീഗ് മത്സരിക്കുന്ന ഇരവിപുരം സീറ്റ് ലീഗിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണെന്നാണ് കൊല്ലത്ത് ചേർന്ന ലീഗ് മണ്ഡലം ഭാരവാഹികളുടെ യോഗത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഒരു നീക്കുപോക്കിനും നേതൃത്വം വഴങ്ങരുതെന്ന് ഭാരവാഹികൾ നേതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. മണ്ഡലം കൊല്ലം ജില്ലയിൽ ഇരവിപുരം നിയോജക മണ്ഡലമാണ് 80 മുതൽ ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. ജയിച്ചവർക്ക് സീറ്റ് കൊടുക്കണമെന്ന് കൂടി തീരുമാനിച്ചാൽ ഞങ്ങൾ കൊല്ലം ജില്ലയിൽ മറ്റൊരിടത്ത് സ്ഥിതി ചോദിക്കും. മുമ്പ് ലീഗിന് 2 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ UDFന്റെ ഭാഗത്ത് 3-4 സീറ്റ് ഒഴിവുണ്ട്. അതുകൊണ്ട് ലീഗിന് 2 സീറ്റ് കിട്ടണം കൊല്ലം ജില്ലയിൽ. ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം കൊടുക്കണം എന്ന് തന്നെയാണ് ജില്ലാ ഭരണ കമ്മിറ്റി ഇരവിപുരം നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് എന്നുള്ളത് വ്യക്തമായി ഞാൻ പറഞ്ഞത്. 982 മണ്ഡലത്തെ നമ്മൾ മത്സരിച്ചത് ചടയമംഗലം ഇരവിപുരം. പക്ഷേ ആ ചടയമംഗലത്തിൽ നമ്മൾ 80 കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 2 സീറ്റിലാണ് നമ്മൾ മത്സരിച്ചത്. വെസ്റ്റിലും മത്സരിച്ച് കടുത്തിട്ടും ഈ 2 മണ്ഡലം ഒന്ന് മാറിക്കൊടുത്തപ്പോൾ ആ 2 മണ്ഡലം പോയതുപോലെ ഇനി കൊല്ലത്ത് അങ്ങനെ ഒരു മണ്ഡലം പോകാൻ പാടില്ല. മാത്രമല്ല തെക്കൻ കേരളത്തിൽ 2 സീറ്റ് വേണമെന്ന ആവശ്യവും ലീഗ് ഉന്നയിക്കും. അതേസമയം ഇരവിപുരത്ത് RSP മത്സരിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന സെക്രട്ടറി A. ആസീസ് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ജയസാധ്യതയില്ലാത്ത ഏതെങ്കിലും മണ്ഡലം നൽകി ലീഗിനെ ഒതുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. RSP UDFൽ എത്തിയതോടെ കൊല്ലത്ത് ലീഗിനെതിരെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ കാലുവാരിയതും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ ദുർബലപ്പെടുത്താനാണെന്നും ലീഗ് നേതൃത്വം തിരിച്ചറിയുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ തന്നെ ചേരുകയാണ്. രാജ്കുമാർ, എന്തൊക്കെയാണ് ലീഗിന്റെ ആവശ്യം? PKK ബാവ അടക്കം പ്രമുഖർ ഇരവിപുരത്ത് നിന്ന് ജയിച്ചിട്ടുണ്ട്. പക്ഷേ A. ആസീസ് ആണ് ഇപ്പോൾ ഇരവിപുരത്തെങ്കിൽ ആ സീറ്റ് RSPക്ക് കൊടുക്കാൻ UDF തീരുമാനിക്കുന്നു എന്ന വിവരങ്ങൾക്കിടയിലാണ് ലീഗിന്റെ ഈ സമ്മർദ്ദം. എത്രത്തോളം വിജയിക്കും? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സമ്മർദ്ദതന്ത്രം എന്നുള്ളതല്ല ഇതിൽ ലീഗ് പയറ്റുന്നത്. കാര്യം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ മുഴുവനും സീറ്റുകളിൽ കോൺഗ്രസ് കാലുവാരി, യൂത്ത് കോൺഗ്രസ് കാലുവാരി എന്ന് തന്നെയാണ് ലീഗ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അവർ അങ്ങനെ തന്നെയാണ് അതിന്റെ കണക്കുകൾ നിരത്തുന്നതും. ആ ഒരു സാഹചര്യത്തിൽ നിയമസഭാ സീറ്റിൽ ലീഗ് ഒരിക്കലും കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ സീറ്റിന് പോലും ഇനി അവകാശവാദം ഉന്നയിക്കരുത് എന്നൊരു ലക്ഷ്യം വിട്ടുകൊണ്ടുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ ഒറ്റപ്പെടുത്തിയതും പരാജയപ്പെടുത്തിയതും. യാതൊരു സ്വാധീനവും ഇല്ലാത്ത ലീഗിന് സീറ്റ് ഇനി അവകാശപ്പെടരുത് എന്നൊരു ഉദ്ദേശവും അതിന് പിന്നിലുണ്ട് എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലീഗ് ഒരു ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ സമ്മർദ്ദം എന്നുള്ളതല്ല, കൃത്യമായി തന്നെ ഇരവിപുരം സീറ്റിന് വേണ്ടി ഒരു ഇഞ്ച് പോലും ഇനി വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. മാത്രമല്ല, മുമ്പ് മത്സരിച്ച ചടയമംഗലം സീറ്റ് കൂടി ലീഗിന് വേണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇന്നലെ കൊല്ലത്ത് ചേർന്ന അവരുടെ ലീഗിന്റെ മണ്ഡലം ഭാരവാഹികളുടെ യോഗത്തിൽ ഒരു വികാരം ഉയർന്നിരിക്കുന്നത്. ഇത് ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തെ രേഖാമൂലം തന്നെ അറിയിക്കാൻ തന്നെയാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ഒരു കാരണവശാലും തെക്കൻ കേരളത്തിൽ ആകപ്പാടെയുള്ള ഏക സീറ്റാണ്. കൊച്ചി കഴിഞ്ഞാൽ പിന്നീട് ലീഗിന് എവിടെയും സീറ്റില്ല. ആകപ്പാടെ ഉള്ളത് ഈ കൊല്ലത്ത് ഇരവിപുരം മണ്ഡലമാണ്. അത് സിറ്റിംഗ് സീറ്റ് കൂടിയാണ്. ഒരു കാരണവശാലും വിട്ടുകൊടുക്കണ്ട എന്ന് തന്നെയാണ് ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തെക്കൻ കേരളത്തിൽ ലീഗ് പൂർണ്ണമായും UDFൽ നിന്ന് അകന്നു നിൽക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും മണ്ഡലം ഭാരവാഹികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തും 1980-ൽ 2 സീറ്റുകളിൽ തിരുവനന്തപുരം ജില്ലയിൽ മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്നു. അവിടെ സീറ്റ് പൂർണ്ണമായും ഇല്ലാതായി. ഇനി കൊല്ലം ജില്ലയിൽ മാത്രമാണ് അവശേഷിക്കുന്ന ഏക സീറ്റ്. ഇനി ഇതുകൂടി ഇല്ലാതാക്കിയാൽ തെക്കൻ കേരളത്തിൽ ലീഗിനെ അപ്രസക്തമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ആര്യാടൻ മുഹമ്മദ് കൂടി ഇതിൽ മുൻകൈ എടുത്തുകൊണ്ട് തെക്കൻ കേരളത്തിൽ ലീഗിനെ ഒതുക്കാൻ വേണ്ടിയുള്ള കരുതൽ നടപടികൾ നടത്തുന്നു. വടക്കൻ കേരളത്തിൽ ലീഗ് വലിയ അപ്രമാദിത്വം കാണിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസിന് മതി ആ ഒരു സ്ഥാനം. ലീഗ് ഇവിടെ പ്രസക്തമല്ല എന്നൊരു വാദമാണ് കോൺഗ്രസ് നേതാക്കന്മാർ രഹസ്യമായിട്ടാണെങ്കിലും അടക്കം പറയുന്നത്. തീർച്ചയായും തിരുവനന്തപുരത്തെ കഴക്കൂട്ടവും വെസ്റ്റും ഒക്കെ എടുത്തുകാട്ടി ഉദാഹരണങ്ങളായി ലീഗ് മുമ്പോട്ട് വെക്കുന്നു. ആ മാതൃകയിൽ തന്നെ, ആ മാർഗത്തിൽ തന്നെ ഇരവിപുരം സീറ്റും ലീഗിന് നഷ്ടമാകുന്ന രീതികളാണ് സംസ്ഥാപനം ആയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരുപക്ഷെ A. ആസീസിനെ മുൻനിർത്തിക്കൊണ്ട് RSPയുടെ പിടിമുറുക്കവും ലീഗിന്റെ ഈ ആവശ്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ UDF ഏത് കേന്ദ്രത്തിനാകും വഴങ്ങുക? രാജ്കുമാർ, ഇതിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അതിന്റെ റിസൾട്ട് പുറത്തു വന്നതിന് ശേഷവും മുമ്പും
ഈ കൊല്ലം DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ പരസ്യമായി ലീഗിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ലീഗിനെ വിമർശിച്ചുകൊണ്ട്, ലീഗ് ആരാണ്, ലീഗിനൊരു പാർട്ടി കൊല്ലത്തുണ്ടോ എന്നുവരെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. ഇത് തന്നെയാണ് RSPയും പറയുന്നത്. ലീഗോ, എവിടുത്തെ ലീഗ്, എന്ത് ലീഗ്, ഇത് RSPയുടെ സീറ്റാണ്, RSPയുടെ സിറ്റിംഗ് സീറ്റാണ്, സിറ്റിംഗ് MLA ആണ്. അതുകൊണ്ട് ഒരു കാരണവശാലും സീറ്റ് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അതിനുവേണ്ടി ഇനി മറ്റേതെങ്കിലും മണ്ഡലം തന്നാലും വാങ്ങില്ല. അവിടെ RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ് തന്നെ ഇരവിപുരത്ത് മത്സരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ടൈമിൽ മുഴുവനും ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് AA അസീസ് ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നത്. ഇനി ഒരു സാധ്യത എത്ര മാത്രമുണ്ട് എന്നുള്ളത് ഇനി കാണേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല, ലീഗിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കൊല്ലം ജില്ലാ പ്രസിഡന്റ് യൂനിസ് കുഞ്ഞിന്റെ വലിയ ശക്തിയും സ്വാധീന മേഖല കൂടിയാണ് ഈ കൊല്ലം ജില്ലയിലെ ഇരവിപുരം മണ്ഡലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിന് കാര്യമായ ഒരു പ്രസക്ത അല്ലെങ്കിൽ ശേഷിയുള്ള സ്വാധീനമുള്ള പ്രവർത്തകരുള്ള മണ്ഡലം എന്ന നിലയിൽ ഒരു കാരണവശാലും ഇരവിപുരം വിട്ടുകൊടുക്കണ്ട എന്ന് തന്നെയാണ് ലീഗിന്റെ ഇതിലുള്ള നിലപാട്. യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള ഇതിൽ ലീഗ് നേതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് രംഗത്ത് വരണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജില്ലാ ലീഗ് നേതൃത്വം ഇക്കാര്യത്തിൽ അത്ര ശക്തമായൊരു പ്രതികരണത്തിലേക്ക് പോയില്ലെങ്കിൽ പോലും സംസ്ഥാന നേതൃത്വത്തോട് അവർ അതിൽ ഉന്നയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ മാസം ഇവിടെ ഹൈദരാലി തങ്ങൾ കൊല്ലത്തെത്തിയപ്പോൾ നമ്മളോടും പ്രതികരിച്ചത് ലീഗിനുള്ള ഒരു സീറ്റ് കൊല്ലം ജില്ലയിൽ അത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് അദ്ദേഹവും പറഞ്ഞിരുന്നു. അങ്ങനെ മറിച്ചെന്തെങ്കിലും ഒരു ലീഗിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് കോൺഗ്രസിന് അത് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ടെന്നും ഹൈദരാലി തങ്ങൾ കൈരളി പീപ്പിളിനോട് പ്രതികരിച്ചിരുന്നു. അതൊരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ്, ആ ഒരു ഐക്കൺ അത് കോൺഗ്രസ് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ജില്ലയിൽ ഒരു സ്ഥലത്തും UDFന്റെ ഒരു സ്ഥാനാർത്ഥി പോലും ജയിച്ചു പോകാൻ പോകുന്നില്ല. അതിനുള്ള ശേഷിയെല്ലാം ലീഗിന് ഉണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നു. ഒപ്പം തീർച്ചയായിട്ടും ലീഗിന് അത്തരത്തിൽ കൊല്ലത്ത് ഏതാണ്ട് 6 മണ്ഡലങ്ങളിലോളം നിർണായകമായ UDF വോട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ രാജ്കുമാർ, ഇരവിപുരത്തിന് പകരം ഒരുപക്ഷെ AA അസീസ് തന്റെ സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ RSP അത്തരത്തിലൊരു നിലപാടിൽ നിന്ന് മാറില്ല എന്ന കടുംപിടുത്തമെങ്കിൽ പുതിയ ഘടകകക്ഷിക്കായി കോൺഗ്രസ് അത്തരത്തിൽ RSPക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്താൽ മറ്റേതെങ്കിലും മണ്ഡലം ലീഗിന് നൽകാൻ സാധ്യതയുണ്ടോ? അത് സ്വീകരിക്കാൻ ലീഗ് തയ്യാറാണോ? അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇതില് കരുനാഗപ്പള്ളി, ചടയമംഗലം ഇപ്പൊ നമ്മൾ ഇതിൽ തന്നെ അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ചടയമംഗലവും ഇരവിപുരവും നേരത്തെ ലീഗ് മത്സരിച്ചിരുന്ന മണ്ഡലങ്ങളാണ്. ചടയമംഗലം പിന്നീട് നഷ്ടപ്പെട്ടു പോയി, ഒരു സീറ്റിലായി ലീഗ് ഒതുങ്ങി. അങ്ങനെ ആണെങ്കിൽ തന്നെ കരുനാഗപ്പള്ളിയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലം എന്ന നിലയിൽ കരുനാഗപ്പള്ളി അല്ലെങ്കിൽ ചടയമംഗലം ഇത് ഏതെങ്കിലും ആയിരിക്കും അവസാന ഘട്ടത്തിൽ യാതൊരു നിവൃത്തിയും ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ലീഗ് ഉന്നയിക്കുക. എന്തായാലും ശരി തന്നെ കരുനാഗപ്പള്ളിക്ക് വേണ്ടിയും അതുപോലെ ചടയമംഗലത്തിന് വേണ്ടിയും കോൺഗ്രസ് നിലവിൽ പല സ്ഥാനാർത്ഥികളെയും മനസ്സിൽ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അത്തരം സീറ്റുകൾ RSPക്ക് വേണ്ടി ഇനി ഒരു ത്യാഗത്തിനൊന്നും കോൺഗ്രസ് മുതിരേണ്ടതില്ല എന്നാണ് ഐ ഗ്രൂപ്പിന്റെ പിടിവാശി. നിലവിൽ തന്നെ RSPക്ക് വേണ്ടി ലോക്സഭാ സീറ്റ്, കൊല്ലം ലോക്സഭാ സീറ്റ് RSPക്ക് വിട്ടുകൊടുത്തത് ഐ ഗ്രൂപ്പിന് വലിയ ക്ഷീണമാണ് ജില്ലയിൽ ഉണ്ടാക്കിയത്. ഇനി മറ്റു ചില സീറ്റുകൾ കൂടി വിട്ടുകൊടുത്തുകൊണ്ട് RSPയെ ശക്തിപ്പെടുത്തേണ്ട കാര്യമൊന്നും കോൺഗ്രസ് UDFന് ഇല്ല എന്നുള്ളൊരു വാദമാണ് അവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീറും ഭാഷയോടെ നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പിന് രാവിലെ 7 മണിക്ക് പറഞ്ഞിരുന്നത് RSPയുടെ ശക്തി എന്ത് എന്ന് ജില്ലയിൽ തെളിയാൻ പോകുന്നു, UDF നേതൃത്വം അത് മനസ്സിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞെടുത്ത് ഫലം പുറത്തു വന്നപ്പോൾ RSP വട്ടപൂജ്യമായി പോയി, അല്ലെങ്കിൽ യാതൊരു സ്വാധീനവും ചെലുത്താനായില്ല. UDFന് RSP ഉദ്ദേശിച്ച കരുത്ത് ഇല്ല എന്ന് UDF നേതൃത്വവും മനസ്സിലാക്കിയ ഒരു സാഹചര്യം, കോൺഗ്രസും മനസ്സിലാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ലീഗിനും RSPക്കും ഈ നിയമസഭാ സീറ്റ് എന്ന് പറയുന്നത് അഭിമാന പ്രശ്നം തന്നെയാണ്. ഇത് UDF ജില്ലയിലെ ഏറ്റവും വലിയ UDFലെ കടുത്ത പ്രതിസന്ധിയായി തീരാൻ പോകുന്നതും ഈ രണ്ട് പാർട്ടികളുടെയും നിലപാട് തന്നെയായിരിക്കും. തീർച്ചയായും രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗ് UDFനുള്ളിൽ ശക്തമായി ഇതുമായി ബന്ധപ്പെട്ട സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. തെക്കൻ കേരളത്തിൽ 2 സീറ്റ് വേണം എന്നതാണ് ലീഗിൻ്റെ ആവശ്യം. കൊല്ലം ജില്ലയിൽ ഇരവിപുരം മണ്ഡലം RSPക്ക് വിട്ടുകൊടുക്കാനാകില്ല എന്നും ലീഗ് നിലപാട്. ലീഗ് ജില്ലാ കമ്മിറ്റിയുടേതാണ് തീരുമാനം. ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. താനെയിൽ കുടുംബാംഗങ്ങളായ 14 പേരെ കൊലപ്പെടുത്തി യുവാവ് ആത്മഹത്യ ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ 7 കുട്ടികളും. കൊലപാതകത്തിന് പിന്നിൽ സ്വത്ത് തർക്കമെന്ന് പോലീസ്. വിവരങ്ങളുമായി മുംബൈയിൽ നിന്നും പ്രേംലാൽ ചേരുന്നു. പ്രേംലാൽ, എന്താണ് സംഭവം?
കാസർവാഡയിലാണ് നഗരത്തെ നടുക്കിയ ഒരു സംഭവം ഇന്ന് രാവിലെ നടന്നത്. 7 കുട്ടികളും 6 സ്ത്രീകളും അടക്കം ഒരു കുടുംബത്തിലെ 14 പേരെയാണ് ഹസൻ വരേക്കർ എന്നയാൾ മയക്കുമരുന്ന് നൽകിയ ശേഷം ദാരുണമായി കൊലപ്പെടുത്തിയത്. ഈ ഹസൻ വരേക്കർ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ജോലിക്കാരൻ കൂടിയാണ്. ഈ കൊലപാതകത്തിന് ശേഷം ഇദ്ദേഹം സ്വയം തൂങ്ങി മരിക്കുകയായിരുന്നു. കൊലപാതകത്തിൽ ഒരു പെൺകുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളതെന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിച്ച പെൺകുട്ടി ഇനിയും ആ ഞെട്ടലിൽ നിന്ന് വിമുക്തയായിട്ടില്ല. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ മൊഴിയെടുത്താൽ മാത്രമാണ് നമുക്കൊരു കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച്. എന്താണ് കൊലപാതക കാരണം? ഇയാൾ മാനസികമായി വിഭ്രാന്തിയുള്ള ആളായിരുന്നോ? അത്തരത്തിലുള്ള വിശദാംശങ്ങൾ കൂടി. ഇത് അയൽവക്കക്കാർ പറയുന്നതിനനുസരിച്ച് ഇദ്ദേഹത്തിന് കുറച്ച് മാനസിക വിഭ്രാന്തി ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ഇത്തരം ദാരുണമായ ഒരു കൊലപാതകം നടത്തുവാനുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പയ്യൻ ഇങ്ങനെ ചെയ്തതിനുള്ള ഒരു ഞെട്ടൽ ഇനിയും വിട്ടുമാറിയിട്ടില്ല. കൊലപാതകത്തിന്റെ കാരണം ഒരു സ്വത്ത് തർക്കമാണെന്നാണ് ചിലരെല്ലാം പറയുന്നത്. എന്നാലും ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 30 വയസ്സാണ് ഈ യുവാവിന്റെ പ്രായം. ഇദ്ദേഹം ഉന്നത വിദ്യാഭ്യാസമുള്ളൊരു യുവാവാണ്. ഇദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് നടന്നത്. വീട് അടച്ചു കിടക്കുന്നതിനാൽ പരിസരവാസികൾക്കും ഇതിനെക്കുറിച്ച് ക്ലൂ ഒന്നും കിട്ടിയിരുന്നില്ല. ഇത് എപ്പോഴാണ്? പുലർച്ചെയാണോ സംഭവിച്ചത്? പുലർച്ചെയാണ് സംഭവം നടന്നിട്ടുള്ളത്. ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ പോലീസുകാർ ആ പെൺകുട്ടിയുടെ മൊഴി എടുത്താലാണ് നമുക്ക് ഇതിനെപ്പറ്റി വിശദമായ ഒരു കാരണം എന്തായിരുന്നു എന്നുള്ളത് അറിയുവാൻ കഴിയും. തീർച്ചയായും അത്തരത്തിലുള്ളതിനെ വെയിറ്റ് ചെയ്യാം. എങ്കിൽ പോലും ഈ കഴുത്തറുത്തായിരുന്നോ കൊന്നത്? ഈ 14 പേരെയും കഴുത്തറുത്തായിരുന്നോ കൊന്നത്? അതെ, മയക്കുമരുന്ന് നൽകി മയക്കി കിടത്തിയതിനു ശേഷം കഴുത്തറുത്താണ് കൊന്നിരിക്കുന്നത്. വളരെ ദാരുണമായിട്ടാണ് ഈ യുവാവ് ഇങ്ങനെ ഒരു കൃത്യം നിർവഹിച്ചത്. ഇതിനുശേഷം അദ്ദേഹം തൂങ്ങി മരിക്കുകയായിരുന്നു. തീർച്ചയായും പ്രേംലാലാണ് വിവരങ്ങൾ നൽകിയത്. മുംബൈയിൽ 14 പേരെ ഒരു യുവാവ് കൊന്നു. അതിനുശേഷം അയാൾ തൂങ്ങി മരിക്കുകയും ചെയ്തു. ഇതിന്റെ വിവരങ്ങളാണ് പ്രേംലാൽ നൽകിയത്. NDA സർക്കാരിന്റെ രണ്ടാമത്തെ പൂർണ്ണ ബജറ്റ് നാളെ 11 മണിയോടെ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ലോക്സഭയിൽ അവതരിപ്പിക്കും. സ്വകാര്യവൽക്കരണത്തിന് ബജറ്റിൽ ഊന്നൽ നൽകും. ഇതിനായി കോർപ്പറേറ്റ് നികുതി കുറയ്ക്കാനുള്ള പ്രഖ്യാപനമുണ്ടാകും. അടിസ്ഥാന സൗകര്യ മേഖലയിൽ പൊതുനിക്ഷേപം വർദ്ധിപ്പിച്ചും സ്വകാര്യ നിക്ഷേപകരെ ആകർഷിക്കും. ഗാർഹിക ഉപഭോക്താക്കൾക്ക് നൽകുന്ന സബ്സിഡിയും പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം കുറയ്ക്കുമെന്ന സാമ്പത്തിക സർവേ നിർദ്ദേശം ബജറ്റ് അംഗീകരിക്കുമെന്നാണ് സൂചന. 1 കോടി വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 7ാം ശമ്പള കമ്മീഷൻ നിർദ്ദേശിച്ച 23.5% ശമ്പള വർധനവ്, 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കണ്ടെത്തേണ്ട അധിക വരുമാനം, പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച കർഷകർക്കുള്ള വിള ഇൻഷുറൻസ് പദ്ധതി എന്നിവയ്ക്ക് വേണ്ട അധിക വിഭവ സമാഹരണമാണ് ഈ ബഡ്ജറ്റിൽ ധനമന്ത്രാലയം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. 1.25 ലക്ഷം കോടി രൂപയുടെ അധിക ഭാരം നിലവിലുണ്ടെന്ന് മന്ത്രാലയം പുറത്തുവിടുന്ന കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു. പക്ഷേ ആഗോള വിപണിയിലെ എണ്ണവിലയിടിവ് അരുൺ ജെയ്റ്റ്ലിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനമടക്കമുള്ള എല്ലാ മേഖലകളിലും സ്വകാര്യവൽക്കരണത്തിലുള്ള സൗകര്യം ആദ്യത്തെ ഇടക്കാല ബഡ്ജറ്റ് മുതൽ ജെയ്റ്റ്ലി ആരംഭിച്ചതാണ്. ഇതിനു മുന്നോടിയായാണ് 30% കോർപ്പറേറ്റ് നികുതി 5% കുറച്ച് 25% കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. അത് വീണ്ടും കുറയ്ക്കുന്ന പ്രഖ്യാപനം ഇത്തവണത്തെ ബഡ്ജറ്റിലും ജെയ്റ്റ്ലി ഉൾപ്പെടുത്തും. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ശ്രമങ്ങൾ തുടരും. നികുതി മേഖലയിലെ നിയമപരിഷ്കരണമാണ് പ്രധാന ലക്ഷ്യം. ആദായ നികുതി പരിധി ഉയർത്തില്ല. മോദി പദ്ധതികളായ മേക്ക് ഇൻ ഇന്ത്യ, സ്വച്ഛ് ഭാരത്, ഗംഗാ ശുചീകരണ പദ്ധതികൾ എന്നിവയ്ക്ക് കൂടുതൽ കേന്ദ്ര സഹായമുണ്ടാകും. സബ്സിഡി ഗ്യാസുകളുടെ എണ്ണം കുറയ്ക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രാലയം പുറത്തിറക്കിയ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഗ്യാസ് സബ്സിഡിയുടെ എണ്ണം 9 കുറയ്ക്കണമെന്നാണ് നിർദ്ദേശിച്ചത്. ഇത് ബഡ്ജറ്റ് അംഗീകരിച്ചാൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് വൻ തിരിച്ചടിയാകും. റബ്ബർ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ഇത്തവണയും പരിഗണിക്കില്ല. പൊതുമേഖലാ ബാങ്കുകളിൽ കോർപ്പറേറ്റുകൾ ഉണ്ടാക്കിയ കിട്ടാക്കടം വൻ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്നതായി റിസർവ് ബാങ്ക് ഗവർണർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇക്കാര്യത്തിൽ അരുൺ ജെയ്റ്റ്ലി ബഡ്ജറ്റിൽ എന്ത് പരാമർശം നടത്തും എന്നതും നിർണായകം. ന്യൂസ് ബ്യൂറോ, ദില്ലി. അരുൺ ജെയ്റ്റ്ലിയുടെ പൊതു ബജറ്റിനെ കേരളവും പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. റബ്ബർ കർഷകരുടെ പ്രതിസന്ധി, കേരള സമ്പദ്ഘടനയുടെ തകർച്ച, സ്വപ്ന പദ്ധതികൾക്കുള്ള സഹായം എന്നിവയാണ് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ. റെയിൽവേ ബജറ്റിന്റെ പശ്ചാത്തലത്തിൽ പൊതുബജറ്റിലും സംസ്ഥാനം വലിയ പ്രതീക്ഷ വച്ചു പുലർത്തേണ്ട എന്നതാണ് പൊതുവിലയിരുത്തൽ. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ബജറ്റിൽ സംസ്ഥാനത്തിന് കോട്ടം തട്ടാത്ത തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സംസ്ഥാന BJP നേതൃത്വത്തിന്റെ പ്രതീക്ഷ. കേരളമാകെ ഉറ്റുനോക്കുന്ന പ്രധാന പ്രശ്നം റബ്ബർ മേഖലയിലുള്ള പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എന്ത് നിർദ്ദേശമാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നത് പ്രധാനമാണെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. നമ്മൾ കേരളമാകെ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ റബ്ബർ മേഖലയിൽ ഉള്ള പ്രതിസന്ധി പരിഹരിക്കാൻ എന്ത് നിർദ്ദേശമാണ് ഈ ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്.
കേരള സമ്പദ്ഘടനയെ ആകെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ റബ്ബർ പ്രതിസന്ധിക്ക് എന്ത് സഹായം നൽകും എന്നുള്ള കാര്യമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. റബ്ബർ പ്രതിസന്ധിയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകൂ എന്നതാണ് വിലയിരുത്തൽ. കേരളത്തിലെ പ്രധാന പദ്ധതികളായ വിഴിഞ്ഞം തുറമുഖം, LPG, വാതക പൈപ്പ് ലൈൻ തുടങ്ങിയവയ്ക്കുള്ള തുക വകയിരുത്തുമോ എന്നതാണ് മറ്റൊന്ന്. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഇവയ്ക്ക് എന്ത് സഹായം ലഭിക്കും എന്നതും സംസ്ഥാനം ഉറ്റുനോക്കുന്നു. ബജറ്റിൽ സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയായ പെട്രോൾ നയം തിരുത്തുമോ എന്നതും ജനങ്ങൾ പ്രതീക്ഷയോടെ നിരീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി സഞ്ചരിച്ച കാർ കോട്ടയത്ത് അപകടത്തിൽപ്പെട്ടു. ഗൺമാന് പരിക്കേറ്റു. എന്നാൽ മുഖ്യമന്ത്രി സുരക്ഷിതനാണ്. തിരിച്ചു വരുന്ന വഴിയായിരുന്നു. രാഷ്ട്രപതിയുടെ ഒപ്പമായിരുന്നു 2 ദിവസം. അപ്പം രാഷ്ട്രപതിയെ യാത്ര അയച്ച ശേഷം ഇന്നലത്തെ പരിപാടികളെല്ലാം തീർത്ത് തിരിച്ചു വരുന്ന ഇതായിരുന്നു. അപ്പോൾ എല്ലാ പരിപാടിയും തീർക്കാൻ ഇരുന്നുകൊണ്ട് കുറേ അധികം വൈകി. പക്ഷേ ഞാൻ ബെൽറ്റ് ഇട്ടിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒന്നും പറ്റിയില്ല. വേറെ ആർക്കും പരിക്കില്ല. സ്കിഡ് ചെയ്തതാണ്. ഏറ്റുമാനൂരിന് അപ്പുറത്ത് വെച്ചായിരുന്നു. ഏതായാലും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഓക്കെ. അത് വളരെ ഗ്ലാസ് കൊണ്ടിട്ട് ചെറിയ പരിക്ക് എന്ന് മാത്രമേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. മന്ത്രിമാർക്കെതിരെ ശിക്ഷ വിധിക്കാൻ അധികാരമില്ലാത്തതിനാൽ കേരള ലോകായുക്തയിൽ കെട്ടിക്കിടക്കുന്നത് 96 കേസുകൾ. 3 ജഡ്ജിമാർക്ക് പുറമെ 92 തസ്തികകളിൽ നിരവധി ഉദ്യോഗസ്ഥരുള്ള ലോകായുക്തയിൽ തീർപ്പ് കാത്തു കിടക്കുന്നത് 1500ഓളം പരാതികളാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 9809 കേസുകളാണ് കേരള ലോകായുക്തയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ടെങ്കിലും അവ പൂർണ്ണമായും തീർപ്പ് കൽപ്പിക്കപ്പെടുന്നില്ല. ഇക്കാലയളവിൽ തീർപ്പ് കാത്തു കിടക്കുന്നത് 1458 പരാതികളാണ്. ശമ്പളവും ആനുകൂല്യങ്ങളും അടക്കം 1,80,792 രൂപ കൈപ്പറ്റുന്ന ലോകായുക്തയും 1,71,380 രൂപ ശമ്പളക്കാരായ 2 ഉപലോകായുക്തയ്ക്കും പുറമെ 92 തസ്തികകളിൽ 17,522 രൂപ മുതൽ 1,10,000 വരെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരുമാണ് ലോകായുക്തയിലുള്ളത്. കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നതിൽ കാലതാമസം വരുത്തുന്ന ലോകായുക്തയ്ക്ക് മന്ത്രിമാർക്കെതിരായ പരാതികളിൽ ശിക്ഷാ നടപടി സ്വീകരിക്കാനുള്ള അധികാരമില്ല. സംസ്ഥാന മന്ത്രിമാർക്കെതിരെ 96 പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അധികാരമില്ലാത്തതിനാൽ വിധി പുറപ്പെടുവിച്ചിട്ടില്ല. ലോകായുക്തയിൽ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും മന്ത്രിമാരെ ശിക്ഷിക്കാനുള്ള അധികാരം ഇല്ലാതെ ലോകായുക്ത വെറും നോക്കൂത്തിയാകുന്നൊരവസ്ഥയുണ്ട്. അതോടൊപ്പം ഭീമമായ സംഖ്യയാണ് ഈ ലോകായുക്തയിലെ 92 സ്റ്റാഫുകൾക്ക് ശമ്പളം എടുത്ത് നൽകുന്നത്. ഈ ഓരോരോ കമ്മീഷനുകളും ഓരോ സ്ഥാപനങ്ങളും നിലവിലുണ്ടെങ്കിലും അഴിമതിക്കും അക്രമത്തിനെതിരെ നടപടിയെടുക്കാനും ശിക്ഷിക്കാനും അധികാരമില്ലാത്ത ഇത്തരം സ്ഥാപനങ്ങൾ എന്തിനാണെന്നുള്ളൊരു ഇനി വരുന്നൊരു ഭരണകർത്താക്കളെങ്കിലും ആലോചിക്കേണ്ടതാണ്. വെറുതെ ഖജനാവിൽ നിന്നും പണം ചെലവഴിച്ച് ഇത്തരം സ്ഥാപനങ്ങൾ നിലനിർത്തണമെന്ന് ഭരണകർത്താക്കൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. 2011 മുതൽ ഇതുവരെ ലോകായുക്തയ്ക്കായി സർക്കാർ ചെലവഴിച്ചത് 15,62,71,341 രൂപയാണ് എന്നും വിവരാവകാശ രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. സമീർ വഴങ്ങോട്, കൊച്ചി. കനയ്യകുമാറിന്റെ മൊഴി പുറത്തു വന്നതോടെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പോലീസുകാരെ സാധാരണക്കാർക്കെതിരെ അഴിച്ചുവിടുന്നതിന്റെ തെളിവാണ് കനയ്യയുടെ മൊഴിയെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. അതേസമയം JNU വിഷയത്തിൽ പ്രതികരിച്ച സീതാറാം യെച്ചൂരിക്ക് ലഭിച്ച വധഭീഷണിയെക്കുറിച്ച് ദില്ലി DCP നേരിട്ട് അന്വേഷിക്കും. ഇതിനിടയിൽ തീവ്രവാദ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് JNU കേസ് കൈമാറി. കൈരളി TV കഴിഞ്ഞ ദിവസമാണ് കനയ്യകുമാറിന്റെ മൊഴി പുറത്തുവിട്ടത്. പട്യാല കോടതിയിൽ പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കെ ആക്രമണം ഏൽക്കേണ്ടി വന്നുവെന്ന് സുപ്രീം കോടതി നിയോഗിച്ച അഭിഭാഷക സംഘത്തോട് കനയ്യകുമാർ പറയുന്നു. तैयारी में बैठे हुए थे कि जिन्हें आएगा अटैक करें, क्योंकि जो लोग पीट रहे थे ना उसमें से कुछ लोग और लोगों को बुला रहे थे. अच्छा, आ गया इस तरीके से. और पूरे रास्ते में गाड़ियां गिर गई, कभी मैं गाड़ी पे गिर गया. और वो जो जहाँ से जब हम कोर्ट एंट्री करते हैं वो जो मशीन होता है उसके दौरान जब धक्का दे करके मुझे अंदर किया जाता, मेरा पैंट खुल गया. उसके बाद मेरे टी-शर्ट, मेरे चप्पल खुल गए, मेरे पैर में इंजरी, मेरे पेट में लात से घुसे से. एक आदमी से छूट रहा हूँ, दूसरा आदमी. സാധാരണക്കാർക്കെതിരെ പോലീസിനെ അഴിച്ചുവിടുന്നതിന്റെ തെളിവാണ് കനയ്യയുടെ പുറത്തു വന്ന മൊഴിയെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു.
അടിയന്തരാവസ്ഥക്കാലത്ത് ജനാധിപത്യത്തിന് നേരെയായിരുന്നു ആക്രമണമെങ്കിൽ ഇപ്പോൾ മതേതരത്വത്തിനും ജനാധിപത്യത്തിനുമെതിരെയാണ് ആക്രമണം നടക്കുന്നതെന്ന് യെച്ചൂരി പറഞ്ഞു. ദില്ലിക്ക് പുറത്തേക്ക് JNU കേസിന്റെ വിചാരണ മാറ്റണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ പ്രദേശങ്ങളിൽ വിചാരണ നടന്നാൽ നീതി ലഭിക്കില്ല. ആം ആദ്മിയും ദില്ലി പോലീസിനെതിരെ രംഗത്തെത്തി. ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിലായ ദില്ലി പോലീസ് JNU കേസ് തീവ്രവാദ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് കൈമാറി. അതേസമയം JNU ഹൈദരാബാദ് സർവകലാശാല വിഷയങ്ങളിൽ പ്രതികരിച്ചതിന്റെ പേരിൽ സീതാറാം യെച്ചൂരിക്ക് വധഭീഷണി ലഭിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് ദില്ലി DCP നേരിട്ട് മൊഴി രേഖപ്പെടുത്തി അന്വേഷിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി.